ഇന്നത്തെ വചനചിന്ത: ശത്രു എടുക്കുന്ന തീരുമാനം പരാജയപ്പെടും. ഭക്തനായ ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലിടുവാനേ ശത്രുവിന് കഴിഞ്ഞുള്ളൂ. സിംഹം അവരെ കഴിക്കണമെന്നുള്ള തീരുമാനമെടുക്കേണ്ടത് ദൈവമായിരുന്നു. ഭക്തനായ മൊർദെഖായിക്ക് കഴുകുമരമുണ്ടാക്കുവാനേ ഹാമാന് കഴിഞ്ഞുള്ളൂ. എന്നാൽ ആരെ തൂക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ശത്രു എടുക്കുന്ന തീരുമാനമല്ല, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് സർവശക്തനായ ദൈവം എടുക്കുന്ന തീരുമാനം അത്രയും. പിന്നെ എന്തിന് ഭയപ്പെടണം? ശത്രു എന്ത് തീരുമാനമെടുത്താലും ശത്രു പരാജയപ്പെട്ടു പോകും. ഭക്തനായ ദാവീദ് രാജാവാകാതിരിപ്പാൻ ശത്രുവായ ശൗൽ എഴുന്നേൽക്കുമ്പോഴും ദാവീദിനറിയാം ശത്രു എടുത്ത തീരുമാനം പരാജയപ്പെടുമെന്ന്. കാരണം ഭക്തനായ ദാവീദിനെ രാജാവാക്കുമെന്ന് പറഞ്ഞത് ശൗലല്ല, സർവശക്തനായ ദൈവം അത്രയും. നാം മുന്നിൽ കാണുന്ന ശത്രുവിനെയല്ല, ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തെ നോക്കണം. ഭക്തനായ ദാവീദിൻ്റെ മുൻപിൽ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ ഭക്തനായ ദാവീദ് ജീവനുള്ള ദൈവത്തെ നിന്ദിച്ച ഗോലിയാത്തിനെ തോൽപ്പിച്ചു. ദൃശ്യമായി അദൃശ്യമായി കടന്നു വരുന്ന സകല ശത്രുവിനെയും ജയമെടുപ്പാൻ ദൈവം സഹായിക്കും. ശത്രുവെടുക്കുന്ന തീരുമാനം സകലവും പരാജയപ്പെടും. കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ശേഷം റോമൻ പടയാളികൾ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്നു. യേശു കല്ലറയിൽ നിന്നും മൂന്നാം നാൾ പുറത്തു വരാതിരിപ്പാൻ പിശാച് പദ്ധതിയിട്ടുവെങ്കിലും കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു കല്ലറയിലില്ല. വചനം ശ്രവിക്കുന്ന താങ്കളോട് കൂടെയുണ്ട്. ശത്രുവെടുക്കുന്ന തീരുമാനം പരാജയപ്പെട്ടു പോകും. ദൈവം എടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം നിവൃത്തീകരിക്കും. ദൈവം താങ്കൾക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് വിരോധമായി എന്തൊക്കെ പ്രതികൂലം കടന്നു വന്നാലും, താങ്കൾ കേട്ട വാഗ്ദത്തം ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് ശത്രു വിളിച്ചു പറഞ്ഞാലും താങ്കൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം പ്രവർത്തിക്കും. ഭക്തനായ ദാവീദിൻ്റെ വാഗ്ദത്തത്തിന് വിരോധമായി ശൗൽ എഴുന്നേറ്റെങ്കിലും ദൈവം ഭക്തനായ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി. ഭക്തനായ യോസേഫിൻ്റെ ജീവിതം പരിശോധിച്ച ഭക്തനായ യോസേഫിന് വിരോധമായി സ്വന്തം സഹോദരങ്ങൾ എഴുന്നേറ്റു. ഭക്തനായ യോസേഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. ശേഷം പോത്തിഫറിൻ്റെ ഭാര്യ ഭക്തനായ യോസേഫിന് വിരോധമായി എഴുന്നേറ്റു കള്ള സാക്ഷ്യമുണ്ടാക്കി. എന്നാൽ അവിടെ നിന്ന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ദൃശ്യമായി അദൃശ്യമായി ശത്രുക്കളുണ്ടായിരുന്നിട്ടും സർവശക്തനായ ദൈവം ഭക്തനായ യോസഫ് കണ്ട ദർശനത്തെ പൂർത്തീകരിപ്പിക്കുവാനിടയായി. ഭക്തനായ യോസഫ് കാരാഗൃഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് മിസ്രൈമിനെ രണ്ടാമനാക്കി സ്വർഗമുയർത്തിയെങ്കിൽ താങ്കൾ കാരാഗൃഹത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു ചെല്ലുകയാണോ? താങ്കൾ പൊട്ടക്കിണറ്റിൻ്റെ അനുഭവത്തിലൂടെ കടന്നു ചെല്ലുകയാണോ? താങ്കളുടെ സ്വന്തം സഹോദരങ്ങൾ പോലും താങ്കൾക്ക് ശത്രുവായി എഴുന്നേൽക്കുന്നുണ്ടോ? എന്നാൽ ഓർക്കുക, ശത്രുക്കൾ എടുക്കുന്ന തീരുമാനം സകലതും പരാജയപ്പെടും. ദൃശ്യമായി നോക്കുമ്പോൾ കേട്ട വാഗ്ദത്തം നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ലായിരിക്കാം. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഭക്തനായ യോസഫ് കണ്ട ദർശനത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്തനായ യോസഫിൻ്റെ ദർശനം വലുതായിരുന്നു. അത്രത്തോളം പ്രതികൂലവും അത്രത്തോളം ശത്രുത്വവും ഭക്തനായ യോസഫിന് വിരോധമായി എഴുന്നേറ്റു വന്നു. എന്നാൽ ഭക്തനായ യോസഫിൻ്റെ ജീവിതത്തിൽ നോക്കി ശത്രു വിളിച്ചു പറയും, ഇവൻ്റെ ജീവിതം കാരാഗൃഹത്തിൽ അവസാനിക്കും. ഇനി ഇവൻ ഈ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ ഭക്തനായ യോസഫിൻ്റെ കാര്യം തീരുമാനിച്ചത് ദൈവമാണ്. ഭക്തനായ യോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ കാരാഗൃഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവം താങ്കളുടെ കൂടെയുണ്ട്. അരയനായ മുക്കുവനായ പത്രോസിനെ വിളിച്ച് വേർതിരിച്ചത് സർവശക്തനായ ദൈവമാണ്. കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ വൃദ്ധനാകും, നിൻ്റെ അര മറ്റൊരുവൻ ഉടുപ്പിക്കും. വാഗ്ദത്തം പറഞ്ഞത് യേശുവാണ്. ആകയാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു കാരാഗൃഹത്തിൻ്റെ അനുഭവം കടന്നു വന്നപ്പോൾ ഈർച്ചവാളിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ സുഖമായി ഉറങ്ങി. പത്രോസിന് അറിയാമായിരുന്നു താൻ വൃദ്ധനാകുമെന്ന് പറയപ്പെട്ടത് യേശുവ. പറയപ്പെട്ട വാഗ്ദത്തം യേശു നിവർത്തീകരിക്കും. ആകയാൽ പത്രോസ് കാരാഗൃഹത്തെ ഭയപ്പെടാതെ, ഈർച്ചവാളിനെ ഭയപ്പെടാതെ കിടന്നുറങ്ങിയപ്പോൾ പത്രോസിനെ തട്ടി ഉണർത്തി ദൂതൻ പുറത്തു കൊണ്ടുവന്നതുപോലെ സാഹചര്യങ്ങൾ സകലത വിപരീതമാകാം. എന്നാൽ വാഗ്ദത്തം നൽകിയ ദൈവം വാക്കുകളിൽ വിശ്വസ്തനാണ്.
വചനം ശ്രവിക്കുന്ന താങ്കൾ കേട്ട വാഗ്ദത്തം താങ്കൾ കാണും, അനുഭവിക്കും. ശത്രു എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടും. ശത്രു കാരാഗ്രഹം ഒരുക്കിക്കോട്ടെ, ശത്രു അനേക പദ്ധതികൾ ഒരുക്കിക്കോട്ടെ. ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും പദ്ധതികളെയും തകർത്തുകൊണ്ട് ജീവനുള്ള ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവരും. ഈ നാടുകളിൽ കർത്താവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.